റോക്സ് ഫാക്ടറി കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കണ്ടോ, ഇതാണ് ഫാക്ടറി. റോസിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റോസ് ഫാക്ടറിയിൽ എങ്ങനെയാണ് പെർഫ്യൂം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫാക്ടറിയുടെ അകത്താണ് എത്തിയിട്ടുള്ളത്. കണ്ടോ, ഇതാണ് അത്തറുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി. അതിൻ്റെ അപ്പോൾ നമ്മളെ ഒരു മച്ചാൻ അവിടെ ഇങ്ങനെ ടി വി ഓൺ ആക്കുന്നുണ്ട്. മൂപ്പര് ഇതിൻ്റെ മൂപ്പറാണ് വീഡിയോസൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. അതിലെന്തോ ടി വിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒന്നിങ്ങനെ കണ്ടു നോക്കാം. ഓക്കെ, പ്ലീസ്. We put here 12,000 roses with water roses and with water. Okay. And then we make it, we close it very good. Okay. And we will open the fire here. Okay. Maybe 12 hours. After 12 hours? After 12 hours. Okay. We take maybe 10 centimeters of oil bottles. Yes. From all these. From all this, yes. How many bottles you will get from this? How many what? How many bottles? Maybe one like that. Maybe 10 millimeters. 10 millimeters. Only. From how many flowers? From 12,000 flowers. Yes. 24 kilo of flowers. Oh, it's amazing. It's After that, the hot evaporator. Okay. Here. And come here. We have here water to make it cold. Okay. Here. And then we collect here. We collect here. Here 20 liters of Princess water rose. Water roses, okay. Up the oil of rose up. Okay. We make it. We take it. Oil. You will extract the oil. Oil only. Okay. After that, the Princess roses water. We put it in the bottle. In the bottle, okay. Okay. What about the rate of the bottle? What? For one piece. Price of the one bottle. Of the water of the oil rose. Oil rose? 1,600 riyals. 1,600. 600. 1600 ريال. 1600 ريال. ഫാക്ടറിയുടെ അകത്ത് നമ്മൾ കുറച്ച് മുമ്പായിട്ട് നമുക്ക് ഒരാൾ വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കാര്യങ്ങളൊക്കെ കേട്ടു. മൂപ്പര് നല്ല ഇതിനനുസരിച്ച് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ വിശദീകരിച്ചു തന്നിട്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞതനുസരിച്ച് ഇതിൽ ഒരു ഡബ്ബക്കകത്ത് 12,000 വരുന്ന റോസാപ്പൂക്കൾ ഇട്ടിട്ട് അതിൽ വെള്ളം മിക്സ് ചെയ്ത് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഗ്യാസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ ഹീറ്റർ ഉണ്ട്. അതിനകത്ത് പിന്നെ ആ ഒരു ടെമ്പറേച്ചർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മദ്യക്കെട്ടിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മൂപ്പര് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. എന്നിട്ട് ഈ 12,000 അഥവാ 24 കിലോ വരുന്ന റോസാപ്പൂവ് അതിൽ നിന്ന് നമുക്ക് എന്താണ് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഓയിലായിട്ട് കിട്ടുന്നത് വെറും 10 മില്ലി മാത്രമാണ്. അതിൻ്റെ വില 1600 സൗദി റിയാൽ. 1600 സൗദി റിയാലാണ് ആ ഒരു 10 മില്ലി ലിറ്റർ. 10 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അത്ര ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ 10 മില്ലി ലിറ്ററിൻ്റെ വില 1600 റിയാൽ. ബട്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലാണ്, പക്ക നമ്മുടെ റോസാപ്പൂവിൽ നിന്ന് വരുന്ന അതിൻ്റെ ഒരു അത്രയാണ്. അല്ലാതെ അതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നതോ കെമിക്കലായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആട്ടോ. ഇങ്ങനെ എന്തോ തോന്നുന്നു, വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അത്രകൾ മേടിക്കുക എന്നുള്ളതല്ലാണ്ട് ഇതുപോലെ ഫാക്ടറിയിൽ എങ്ങനെ അതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ആ ഒരു ലോജിക്ക് ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി കേട്ടോ. ഫുള്ള് സെറ്റപ്പാണ്. ഇവർ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ തൻസി പറഞ്ഞ പോലെ തന്നെ ഹീറ്റ് ചെയ്തിട്ട് 24 കിലോ ആണ് റോസിൻ്റെ തൂക്കം എന്ന് പറയുന്നത്. ഇത് 24 കിലോ ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് വെറും 10 മില്ലിയാണ്.
അപ്പം അത്ര ഈ 24 കിലോ എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 12,000 റോസ് എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. നമുക്ക് ശരിക്കും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഒരു റിയൽ ആയിട്ടുള്ള റോസിൽ നിന്ന് 12,000 റോസ് എടുത്തിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു 10 മില്ലി ലിറ്റർ കിട്ടുന്നുള്ളൂ എന്നുള്ള ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു നല്ലൊരു എക്സ്ട്രാക്ട് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ. പക്ഷേ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈസ് ഒന്നും അത്ര അധികമല്ല. തീർച്ചയായിട്ടും. കാരണം ഈ ഒരു എഫേർട്ടും കാര്യങ്ങളും കാണുമ്പോൾ പിന്നെ റിയൽ ആയിട്ട് റോസിൽ നിന്ന് വരുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞത് റിയൽ ആയിട്ടുള്ള സംഭവമാണ്. വേറെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഹീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന എക്സ്ട്രാക്റ്റ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. ഇത്ര യൂണിറ്റുകളുണ്ട് കേട്ടോ. ഒരുപാട് യൂണിറ്റ് നമ്പറുകൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള 60, 61, 62 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 74. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റ് ലാസ്റ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളത്, കാരണം ഇതൊക്കെ ഒരുപാട് സമയം വർക്ക് ചെയ്തിട്ടായിരിക്കട്ടെ നമ്മൾ ഈ കാണുന്ന ഔട്ട്പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ എന്നാൽ ആ ഒരു പ്രോസസ്സിനുള്ള റേറ്റ് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇത് അത്ര വലിയൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നത് 110 നമ്പർ 110 110 കൗണ്ടറുകളാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ 110 എണ്ണത്തിനും പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. നേരത്തെ നമ്മളവിടെ റോസ് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. റോസ് 12,000 റോസിലേക്ക് 20 ലിറ്റർ വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞു. ആ 20 ലിറ്റർ വെള്ളം പ്രോസസ്സ് ചെയ്തിട്ട് വരുന്നത് ഇതിനകത്താണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ ഓരോ പ്രൊമോ വീഡിയോയിൽ കാണുന്നുണ്ട് ഒരു ഓയിൽ ടൈപ്പായിട്ട് വെള്ളം താഴെയും ഓയിലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കിടക്കും. അതിൽ നിന്ന് സ്ട്രിഞ്ച് വെച്ചിട്ട് ഇങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്തെടുക്കുന്നത്, ഇങ്ങോട്ട് എടുക്കുന്നതാണ്, വലിച്ചെടുക്കുന്നതാണ്. അതിൽ നിന്നാണ് ഈ ഒരു ഇത് നമ്മൾ പറഞ്ഞല്ലോ 10 മില്ലി ലിറ്റർ 20 ലിറ്റർ വെള്ളത്തിനകത്ത് 10 മില്ലി ലിറ്റർ ഓയിൽ ടൈപ്പായിട്ട് വരും. ആ ഓയിൽ ടൈപ്പുള്ള സാധനം സ്ട്രിഞ്ചിനകത്ത് വലിച്ചെടുത്തിട്ട് ആ വരുന്നതാണ് ഇതിൻ്റെ അത്തർ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പെർഫ്യൂം. അതിന് കറക്റ്റായിട്ട് വരുന്ന ആ സംഭവമാണ് പെർഫ്യൂം. നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇതിൻ്റെ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഷോപ്പിൻ്റെ ആള്. സലാം സലാം മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് സലാം ഭായ്. അപ്പോൾ സലാം ഭായ് ആണ് ഈ ഷോപ്പ്. അപ്പോൾ നല്ല ട്രഡീഷണൽ ഡിസൈനിൽ ഷോപ്പ്. ഇതിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ കരുതുന്നത് അതിന് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ അത്ര മാത്രമൊന്നുമല്ല. പെർഫ്യൂമിൻ്റെ ഒരുപാട് ഐറ്റംസ്, റോസ് വാട്ടർ. ولا نفرش برا هذا في شوب موجود برا جملة نعم في هذا في طائف في رياض. അപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മാത്രം വിൽക്കുന്നതല്ല. ഇവിടുന്ന് ജുംല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് ആളുകൾ റിയാദ്, തായിഫ് ഭാഗങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതല്ല സൗദി ബസ്സാ മാഫി ഭാഗ. അപ്പോൾ ഈ സൗദിക്കകത്താണ് ഇവരെ സെയിലുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടും സാധനം പോകുന്നുണ്ട്. സൗദിക്കകത്ത് മാത്രമല്ല, എക്സ്പോർട്ട് ചെയ്തിട്ടും സാധനങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാത്ത ആളുകൾ ഇത് വാങ്ങിക്കുക വേണം. കാരണം ഇതിൽ ക്വാളിറ്റിയിലൊരു കോംപ്രമൈസും ഇല്ല. പക്ക 101% ക്വാളിറ്റിയാണ്. പക്ഷേ റേറ്റ് കുറച്ച് അധികമായിരിക്കും. എന്നിരുന്നാലും സംഗതി പക്ക പൊളിയാണ്. ഇതാണ് നമ്മൾ നേരത്തെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന 12,000 റോസിന് 10 മില്ലി അത്ര ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടുണ്ടോ. ആ ഒരു സംഭവമാണ് കേട്ടോ. 1,600 റിയാലാണ് ഇതിൻ്റെ കോസ്റ്റിന് പറയുന്നത്, ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശുക്രൻ. നമ്മള് 16,000 1,600 റിയാൽ വില വരുന്ന അത്ര ഇതിന്റെ മണം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അടിപൊളി ബ്യൂറോസാ. അപ്പൊ ഇതിന്റെ പേര് ബ്യൂറോ ആണ്. 1,600 സൗദി റിയാലാണ് ഇതിന്റെ റേറ്റ്. ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പൊ ഈ റാക്കിനകത്ത് ഫുള്ളായിട്ട് ഗോൾഡൻ ഡിസൈനിലുള്ള പെർഫ്യൂമിന്റെ ബോട്ടിലുകളാണ്. ഇതിനകത്തൊക്കെ ഇവിടെ നിർമ്മിക്കുന്ന തന്നെയാണ് കേട്ടോ. പെർഫ്യൂമെല്ലാം ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം പോലും പുറത്തുനിന്ന് വരുന്നില്ല. ഇത് ഫുള്ള് ഇവരെ ഫാക്ടറിയിൽ ഇവരുണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ അത്ര മാത്രമല്ല കേട്ടോ. ഇവരിത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെർഫ്യൂമുകളാണ്. അതല്ലാതെ തന്നെ കോസ്മെട്രിക് ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ്, ഫേസ് ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ പറയാതെ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ ഡിസൈനാണ്. അപ്പോൾ സമീർ എല്ലാവിധ ഷോട്ടുകൾക്കും ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ റാക്കുകളിലൊക്കെ നല്ല അടിപൊളി പെർഫ്യൂമും കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ കണ്ടാൽ വാങ്ങിപ്പോവും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇവർ ഇവിടെ വിസിറ്റേഴ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല ട്രഡീഷണൽ ഡിസൈനിൽ നല്ല സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
വിസിറ്റേഴ്സിനെ ഇവർ നല്ല ട്രീറ്റിംഗ് ആട്ടോ, ഒരു രക്ഷയില്ല. സാധാരണ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ക്യാമറയൊക്കെ പിടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളോട് ഒരു എന്താ പറയുക, വലിയൊരു താല്പര്യമില്ലാത്തൊരു മനോഭാവമായിരിക്കും പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വിസിറ്റേഴ്സിനും വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരാളും ഇവിടെ വന്നതിന് ശേഷം ഒരു മോശമായിട്ടുള്ളൊരു പെരുമാറ്റം ഒരാളിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം ഭയങ്കര സഹകരണമായിട്ട് നമ്മളോട് ഭയങ്കര സഹകരിച്ച് എല്ലാം നമ്മുടെ കൂടെ നിന്ന് ചെയ്തു തന്നിട്ടുള്ള ഒരിതാണ് നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നല്ലൊരു അനുഭവമാണ്. എന്തായാലും ഇവിടെ ഈ കമ്മീസിനകത്ത് അബഹയിലുള്ളവരൊക്കെ ഒന്ന് ലൊക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് കാണാം. ഈ സീസണിൽ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ മാർച്ച് ഏപ്രിൽ സീസണുകളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കാഴ്ചകളും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും. ഇനി നമ്മളും തന്നെ മാർച്ച് ഏപ്രിൽ ഈ ഭാഗത്തേക്ക് ഒരു വരവ് വരുന്നുണ്ട്, ഇതിൻ്റെ എല്ലാ കാഴ്ചകളും ഒന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫാക്ടറി അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ 2 എപ്പിസോഡിലായിട്ട് കാഴ്ചകൾ മൊത്തമായിട്ട് കണ്ടു. അപ്പോൾ ഇന്ന് സമീർ മച്ചാൻ്റെ കൂടെ ആയിരുന്നു നമ്മൾ. ഒരു അടിപൊളി വൈബായിരുന്നു. നമ്മുടെ ചാനലിൽ ഇത്രത്തോളം വൈബ് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് ഈ കാഴ്ചകൾക്കൊക്കെ വിടാണ്. അപ്പോൾ ഷമീറ, സൗദിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ സൗദിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മാത്രമല്ല മച്ചാൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതിൽ പോയിട്ട് വിസിറ്റ് ചെയ്യുക. അതിൽ ഒരുപാട് അടിപൊളി വീഡിയോസ് ഉണ്ട് കേട്ടോ. നമ്മളെടുക്കുന്ന പോലെ നല്ല പ്രൊഫഷണൽ ടച്ചിലാണ് മച്ചാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ താൽക്കാലികമായിട്ട് സന്ധിക്കും വരേക്കും വണക്കം. ബൈ.